അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു ക്യാരറ്റ് വെച്ചിട്ടുള്ള സ്വീറ്റാണ്. അടിപൊളി ടേസ്റ്റിയായ ഒരു സ്വീറ്റാട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായത് 2 ക്യാരറ്റ്, അതായത് മീഡിയം സൈസ് വരുന്ന 2 ക്യാരറ്റും ഒരു മുറി തേങ്ങയുമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ അതാ ക്യാരറ്റ് നല്ലതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളിതാ ഇതിങ്ങനെ എന്താ പറയുക, ഇതിൽ വെച്ചിട്ട് നല്ലതുപോലെ അരിഞ്ഞെടുക്കണം. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഈ ക്യാരറ്റിലൊരു നനവ് ഉണ്ടാവുമല്ലോ, ആ നനവ് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ആ നനവൊന്ന് പോകുന്നത് വരെ നമ്മൾ ഇതാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ ആ തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു തൊലി, അത് നമ്മൾ കളയണം കേട്ടോ. എന്നിട്ട് അത് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി എടുക്കുക. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അതായത് ചെറിയതായിട്ട് എടുക്കുക. ചെരുവുന്നതിനെക്കാട്ടിലും നൈസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മിക്സിയിലിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ആ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇത് കളർ മാറാതെ അതിലുള്ള ഒരു വെള്ള കളർ പോകും, ആ ഒരു വെള്ളം ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ ഒരു അംശം, അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പോകുന്നത് വരെ നമുക്ക് ഇതാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഫ്രൈങ് പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്തെടുക്കുന്നുണ്ട്. ആ നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നെയ്യ് നല്ലതുപോലെ മെൽറ്റായി വന്നിരിക്കണം. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് തേങ്ങ ചേർത്തെടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തേങ്ങ ചേർത്തെടുക്കാൻ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കളർ മാറാതെ ആ ഒരു വൈറ്റ് കളർ തന്നെ വേണാനും, പക്ഷെ അതിലുള്ള ആ ഒരു വെള്ളം വറ്റി കിട്ടിയുമാണ് കേട്ടോ. തേങ്ങയിലുള്ള ആ കളർ ഒന്നതായി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കാണാം തേങ്ങയുടെ കളർ മാറിയത്. അത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ക്യാരറ്റിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ എടുത്ത അതേ പാനിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ തേങ്ങയും കൂടി ചേർത്ത്, അതുകൊണ്ടാണ് ആ തേങ്ങയുടെ കളർ മാറിയത്. അപ്പോൾ ഇതാ നല്ലതുപോലെ ആ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴാണ് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര മെൽറ്റാവുന്നതിൻ്റെ ഇടയിലൂടെ നമ്മൾ ഈ ഏലക്കായ ചതക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങയും പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ എല്ലാവരും. നല്ല അടിപൊളി ഒരു സ്വീറ്റാണ്.
എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആട്ടോ ഇത്. ഇപ്പോൾ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കാൻ. ആ പഞ്ചസാര മെൽറ്റ് ആവുകയും വേണം. ലോ ഫ്ലെയിമിലാണ് ഇതാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ പാത്രത്തിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രീസ് ചെയ്ത പാത്രം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ച ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പഞ്ചസാര നല്ല മെൽറ്റ് ആവേണ്ട, ഒന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ ആട്ടോ നമ്മൾ ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റും തേങ്ങയും ആ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് അതിലേക്കൊന്ന് ഇതായി നിൽക്കണം. അതിലൊരു പിഞ്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ, മധുരം ഒന്ന് ലെവൽ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് ഇതാ കണ്ടില്ലേ. അപ്പം അതിൻ്റെ ആ ഒരു ഇത് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ സെറ്റാക്കി കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ തണുത്ത് വന്നതിന് ശേഷം കേട്ടോ ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ എന്താ പറയുക ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ക്യാരറ്റ് സ്വീറ്റ്, അതായത് ക്യാരറ്റ് മിഠായി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും തയ്യാറാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്തൊരു സ്വീറ്റുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അതാ കണ്ട നല്ല അടിപൊളി സ്വീറ്റാട്ടോ.